1969, 70, പിന്നെ 1994, 96, 99. ഇതിന് ശേഷം ഒരു 26 വർഷം കാത്തിരിക്കേണ്ടി വന്നു നമ്മുടെ തൃശ്ശൂരിന് കലോത്സവത്തിൻ്റെ ആ ഒരു സ്വർണ്ണ കപ്പ് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട്. അങ്ങനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിച്ചതിന് പിന്നിൽ ഒരുപാട് കുട്ടികളുടെ കഠിന പ്രയത്നമുണ്ട്. അവരുടെ ടീച്ചേഴ്സിൻ്റെ, അതുപോലെ മാതാപിതാക്കളുടെ എല്ലാവരുടെയും കഠിന പ്രയത്നത്തിൻ്റെ റിസൾട്ടായിട്ടാണ് നമുക്ക് ആ കപ്പ് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റിയത്. നമുക്കറിയാം, ചെറിയൊരു പോയിന്റിൻ്റെ വ്യത്യാസത്തിലൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് പൊസിഷൻ കിട്ടിയത്. അപ്പോൾ അത്രയും എഫേർട്ട് ഇട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് ആ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച് നല്ല മാർക്ക്, നല്ല ഗ്രേഡ് നേടിയിട്ട് ഓരോരോ പോയിന്റും കൂട്ടി വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു വലിയ സന്തോഷിക്കാനുള്ള മൊമെൻ്റ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ ജില്ലയിൽ. അതിലിതാ സേക്രഡ് ആർട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹൈസ്കൂളിൽ നിന്ന് 11 ഐറ്റംസ്, അതുപോലെ ഹയർ സെക്കൻഡറിയിൽ നിന്ന് 6 ഐറ്റംസ്, 5 ഐറ്റംസ്, ഇത്രയാണ് അവർ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ടുണ്ടായിരുന്നത്. പോയ ഐറ്റംസിനെല്ലാം A ഗ്രേഡ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ആ ഒരു വലിയ സന്തോഷത്തിൽ നിൽക്കുകയാണ് സേക്രഡ് ആർട്സ് സ്കൂൾ. അപ്പോൾ ഈ സേക്രഡ് ആർട്സ് സ്കൂളിലെ വൃന്ദവാദ്യം ഐറ്റം, ആ ഒരു ഐറ്റത്തിന് സ്റ്റേറ്റ് ലെവലിലേക്ക് പോയിട്ടുള്ള ഹൈസ്കൂൾ സെക്ഷനും ഉണ്ട്, ഹയർ സെക്കൻഡറി സെക്ഷനും ഉണ്ട്. അവരുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത്.
സേക്രഡ് ഹാർട്സ് ഹൈസ്കൂൾ വിഭാഗം വൃന്ദവാദ്യത്തിന് സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് എ ഗ്രേഡ് കിട്ടിയ ടീമിന്റെ പെർഫോമൻസ് ആണ്. മാഷാണ് ഇവരെ പഠിപ്പിച്ചത്. നമുക്കറിയാം ഈ ഒരു തൃശ്ശൂരിന് ഭയങ്കര ഒരു അഭിമാനം കൊണ്ടുവന്ന വലിയൊരു ഒരുപാട് പോയിന്റ്സ് കൊണ്ടുവന്ന ഒരു ടീമാണ്. അവര് ആ ഒരു റിസൾട്ട് വന്ന സമയത്ത് മാഷിനൊരു ആ ഒരു ആഹ്ലാദം അതെങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഭയങ്കര അഭിമാനം തോന്നി. ഒരു തൃശ്ശൂർക്കാരൻ എന്നുള്ള നിലയ്ക്ക് തന്നെ തൃശ്ശൂരിന് വേണ്ടിയിട്ട് ഈ കുട്ടികളെ പരിശീലിപ്പിക്കാനും ഇതേ സ്കൂളിൽ തന്നെ HSSകാരെ പരിശീലിപ്പിക്കാനും, അത് മാത്രമല്ല വേറെ ഒരു 4 ഐറ്റം കൂടെ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടിയിട്ട് അപ്പോൾ അതിൽ എനിക്കൊരു സംഭാവന ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇത് സാറിനെ സംബന്ധിച്ച് വലിയൊരു അഭിമാന നിമിഷം എന്ന് പറയാം. കാരണം നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരുപാട് പോയിന്റ്സ് കൊണ്ടുവരാൻ മാഷ് വഴി സാധിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായും സന്തോഷം. അപ്പോൾ ഈ വൃന്ദവാദ്യം എന്ന് പറയുന്ന ഒരു ഇത് പരിശീലിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായിട്ടുണ്ട് ഈ ഒരു മേഖലയിൽ? ഞാൻ ആക്ച്വലി ഒരു 11 വർഷമായി ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പം ഞാൻ പഠിക്കുന്ന കാലം തൊട്ടേ ഞാൻ ചെയ്യുന്നൊരു ഐറ്റമാണിത്. അപ്പോൾ ആക്ച്വലി എൻ്റെ 13ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഇതാണ്. ഞാൻ 18ാമത്തെ വയസ്സിൽ തന്നെ തുടങ്ങി ആസ് എ ട്രെയിനർ. അപ്പോൾ ഈ കുട്ടികളിപ്പോൾ ഈ വർഷം ഇപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തിയ ഒരു റുട്ടീനാണ് ഇവർ പ്ലേ ചെയ്തത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു ജൂൺ ലാസ്റ്റോട് കൂടി നമ്മൾ കുട്ടികളെ ഓഡീഷൻ ചെയ്തതിലൊരു 2-3 പേര് കഴിഞ്ഞ വർഷം തന്നെ സംസ്ഥാനത്ത് എ ഗ്രേഡ് കിട്ടിയ ടീമിലുള്ളവരാണ്. പുതിയ കുട്ടികളെ നമ്മൾ ഓഡീഷൻ ചെയ്തെടുത്തിട്ട് അവർക്ക് അതിന് വേണ്ടി ചിട്ടപ്പെടുത്തി. ഒരുപാട് കുട്ടികളും കഷ്ടപ്പെട്ടു. ഇപ്പം പെർക്കഷനൊക്കെ മൾട്ടി പെർക്കഷനൊക്കെ നമ്മൾ ഈ കുട്ടി ഇതിന് വേണ്ടി പഠിച്ചതാണ്, ഡ്രം ഉൾപ്പെടെ. അപ്പോൾ കൈ പൊട്ടുക, പോളം വരിക, അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ ചെയ്തിട്ടാണ്, ഒത്തിരി മണിക്കൂറുകളോളം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇത് സാധ്യമായത്. പെട്ടെന്നൊരു ദിവസം നമുക്ക് കയറി ചെയ്യാവുന്ന ഒരു കാര്യമല്ലല്ലോ. ഉള്ളിലൊരു കല വേണം, അതുപോലെ ആ ഒരു ഇൻട്രസ്റ്റ്, പാഷൻ ഇതൊക്കെ വേണം. ഒപ്പം പിന്നെ മെയിൻലി സിങ്ക്രണൈസേഷൻ ആണ്. അത് നമ്മൾ ഇൻഡിവിജ്വലി ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന പോലെയല്ല, ഒരു സിങ്ക്രണൈസേഷൻ വരാനും. പിന്നെ നമ്മളിതിൽ കുറച്ച് എക്സ്പെരിമെൻറ്റേഷൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വൃന്ദവാദ്യം എന്ന് പറഞ്ഞ ഐറ്റത്തിൽ ഏറ്റവും മത്സരമുള്ള ജില്ലകളിലൊന്നാണ് നമ്മുടെ ജില്ല. വളരെ വാശിയേറിയ മത്സരം തന്നെയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒന്നാമത് വരണമെങ്കിൽ അപ്പോൾ നമ്മൾ അത്രയും അതിനു വേണ്ടി ശ്രദ്ധിച്ച് പരിശീലിച്ച് കുറച്ച് താളത്തിൻ്റെ ഇതിലാണെങ്കിലും സ്കെയിലിൻ്റെ പരിശീലനം കുറച്ച് എക്സ്പെരിമെൻറ്റേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് ദൈവം അനുഗ്രഹിച്ച് വർക്കായി. എന്നാൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് കുട്ടികൾ. ഇപ്പോൾ സേക്രഡ് ഹാർട്സിന് ഈ വൃന്ദവാദ്യം എന്ന് പറയുന്ന ഒരു ഐറ്റത്തിൽ മാഷ് എത്ര കാലമായി പരിശീലനം? ഞാനൊരു 2017 തൊട്ട് ഇവിടെ തൃശ്ശൂർ സംസ്ഥാനം വന്നിരുന്ന വർഷം തൊട്ട് ഞാൻ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ആണല്ലേ? അപ്പോൾ ഇതുപോലെ സ്റ്റേറ്റ് ലെവലിലേക്ക് എത്തിക്കാനും എ ഗ്രേഡ് നേടാനൊക്കെ ഒരുപാട് വർഷം സാധിച്ചതിന്റെ ഒരു ഇതുണ്ടായിരിക്കും. സന്തോഷം. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു തവണ പോലും സ്റ്റേറ്റിൽ എ ഗ്രേഡ് കിട്ടിയിട്ടില്ല. അപ്പൊ ആ ഒരു വാശിക്കായിരിക്കും ഇപ്രാവശ്യം നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് എല്ലാ തവണയും സ്റ്റേറ്റ് ലെവലിൽ കൊണ്ടുപോകാനും എ ഗ്രേഡ് മേടിക്കാനും സാധിക്കും. ട്രെയിൻ ചെയ്യുന്ന സ്കൂൾ ആക്ച്വലി ഞാൻ പഠിച്ച സ്കൂളാണ്. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടല്ലോ, നമ്മള് പഠിച്ച സ്കൂളിലെ കുട്ടികളെ ട്രെയിൻ ചെയ്ത് സ്റ്റേറ്റ് ലെവലിൽ കൊണ്ടുപോകാൻ പറ്റുക. അതല്ലാതെ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരുപാട് പേരെ സ്റ്റേറ്റ് ലെവലിൽ കൊണ്ടുപോകാം, കപ്പ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതൊക്കെ ശരിക്കും നമുക്ക് പ്രൗഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും കൺഗ്രാജുലേഷൻസ്. ഈ പറഞ്ഞതുപോലെ ഒരുപാട് പോയിന്റ്സ് ആണ് തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. മാഷിന്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന്? എൻ്റെ പേര് അഭിനന്ദാണ്. എൻ്റെ സ്വദേശം ഇരിങ്ങാലക്കുടയാണ്. ഞാൻ റെക്കോർഡിംഗ് ആർട്ടിസ്റ്റാണ്, കമ്പോസറാണ്, അറേഞ്ചറാണ്, ഫുൾ ടൈം മ്യൂസീഷ്യനാണ്. പ്ലസ് ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ കൂടെയാണ്. അതുമാണ് ഓൾറൗണ്ടർ എന്ന് പറയും. മ്യൂസിക്കിനോട് കൂടുതൽ പറഞ്ഞതുപോലെ 13 വയസ്സിൽ തുടങ്ങി 18ാം വയസ്സിൽ ട്രെയിനറായി എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ബ്ലഡിലുള്ളതാന്ന് പറയാല്ലേ. അപ്പൊ എന്തായാലും ഒന്നുകൂടെ കൺഗ്രാജുലേഷൻസ്. ഇനി നമുക്ക് കുട്ടികളെ പരിചയപ്പെടാം അല്ലേ? മോളുടെ പേരെന്താ? അഭിരാമി. അഭിരാമി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th-ലാണ്. ഇങ്ങനെ സ്റ്റേറ്റ് ലെവൽ കലോത്സവത്തിനൊക്കെ പോകുന്നത് ആദ്യമായിട്ടാണോ? ഇപ്പോൾ സ്റ്റേറ്റിൽ പോണത് ഫസ്റ്റ് ടൈമാണ്. കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് ലെവൽ. പിന്നെ നമ്മൾ ഹൈസ്കൂൾ ആയപ്പോൾ 8th സ്റ്റാൻഡേർഡിൽ വന്നേ ഉള്ളൂ, അപ്പോൾ തന്നെ സ്റ്റേറ്റ് ലെവലിൽ പോകാൻ പറ്റും. ഇനിയുണ്ട് നമുക്ക് പോകാനായിട്ട് ഒരുപാട് ചാൻസ് അല്ലേ? ഇപ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് പ്രാക്ടീസ് ചെയ്തതാണെന്ന് മാഷ് പറഞ്ഞു. സാർ പഠിപ്പിച്ചതാണ് ഇതിനായിട്ട് പ്രാക്ടീസ്. ഓൾറെഡി നമ്മളിങ്ങനെ മ്യൂസിക് ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആദ്യമായിട്ട് ഇപ്പോൾ ഈ വർഷം തുടങ്ങിയതാണ്. ആഹാ, അപ്പൊ ചില്ലറക്കാരി അല്ലല്ലോ. കാരണം ഈ വർഷം ഈ ഒരു മത്സരം വൃന്ദവാദ്യത്തിൽ പങ്കെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി പഠിച്ചതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്തെ നമുക്ക് പറയാം ഉപജില്ലാ മത്സരത്തിനാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ കയറുന്നത്. അതിന് മുൻപായിട്ട് ഇത് പഠിച്ച് തീർക്കുകയും വേണം. അപ്പോൾ പെട്ടെന്ന് പഠിക്കണം എന്നുള്ളൊരു ഒരു വലിയ ടാസ്ക്കാണ് നമ്മുടെ മുമ്പിലുള്ളത്. കുറച്ച് കഷ്ടപ്പെട്ടോ? ഹാർഡ് വർക്ക് എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയതുകൊണ്ട് തന്നെ നമ്മളത് പിടിച്ചെടുത്തു. അതെ. ഇപ്പോൾ ആ സ്റ്റേറ്റ് ലെവലിൽ പോയി എ ഗ്രേഡ് കിട്ടി നിൽക്കുകയാണല്ലേ? ഹാപ്പി അല്ലേ? വീട്ടിലെല്ലാവരും ഹാപ്പി ആയിരിക്കുമല്ലോ? അപ്പം നമുക്കിനി അടുത്ത ആളെ പരിചയപ്പെടാം. പേര് പറയോ? ഋതു ഏത് ക്ലാസ്സിലാണ്? 8th തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ നമ്മൾ ഹൈസ്കൂളിലേക്ക് 8th വന്നേ ഉള്ളൂ, അപ്പൊ തന്നെ സ്റ്റേറ്റ് ലെവലിലാണ് പോയിരിക്കുന്നത്. മുമ്പ് കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്? കലോത്സവത്തിന് ഇതിന് മുമ്പ് പോയിട്ടുണ്ട്, ഗ്രൂപ്പ് ഡാൻസിന്. ഫസ്റ്റ് ആണ് ഞാൻ സ്റ്റേറ്റ് കലോത്സവത്തിൽ ഫസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ആണോ? ഓക്കെ. എനിക്ക് തോന്നുന്നു ഹൈസ്കൂളിൽ UP ഒക്കെ വരുന്ന സമയത്ത്
അവർക്ക് സ്റ്റേറ്റ് ലെവൽ ഇല്ല, അവർക്ക് ഡിസ്ട്രിക്ട് ലെവലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് ലെവൽ എന്നുള്ളൊരു കോമ്പറ്റീഷൻ വരുന്നത് ഈ വർഷമാണ്. അപ്പോൾ തന്നെ നമ്മൾ സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട്, എ ഗ്രേഡും വാങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോവാം അല്ലേ? ഇനി അങ്ങോട്ട് നമുക്ക് മുൻപിലേക്കുള്ള വർഷങ്ങൾ നമ്മൾ ഇങ്ങനെ കയറി പോകാനുള്ള പ്ലാനിലാണ്. അതെ. ഈ ഒരു ഇത് നമ്മൾ മുൻപേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ, പരിചയമുണ്ടോ ഈ ഒരു മേഖലയായിട്ട്, മ്യൂസിക് ആയിട്ട്? വയലിനും ഗിറ്റാറും പഠിക്കണ്ടായിരുന്നു. സാറാണ് റിതം പാഡ് പഠിപ്പിച്ചത്. റിതം പാഡ് പഠിക്കുമ്പോൾ എങ്ങനെയുണ്ട്? തുടക്കത്തിൽ ബുദ്ധിമുട്ടായിരുന്നു, ബട്ട് പിന്നീട് ചെയ്യണമെന്നൊരു ആഗ്രഹം മനസ്സിൽ വന്നപ്പോൾ കുറച്ചും കൂടി ചെയ്യാൻ തോന്നി. ഇപ്പൊ നമ്മൾ സ്റ്റേറ്റ് ലെവൽ എത്തി. അപ്പൊ അത്യാവശ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്തതാണ്. അവിടെ പോയിട്ട് എ ഗ്രേഡ് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ഒരു തറോ ആയിട്ടുണ്ടാവണം. ഇനിയും ഇതിൽ കൂടുതൽ പഠിക്കണം എന്ന് തോന്നിയോ റിതം പാഡില്? ഭയങ്കര ഇഷ്ടമായി അല്ലേ? ഇപ്പൊ നമ്മൾ മുൻപ് പഠിച്ച വയലിനും പിന്നെ ഏതായിരുന്നു ഗിറ്റാറും, അതിനേക്കാൾ ഇഷ്ടം റിതം പാഡായോ? അതിനേക്കാൾ കുറച്ചും കൂടി മൈൻഡിൽ ഇപ്പൊ ഇതായില്ല. ഇപ്പൊ നമ്മൾ ഫുൾ റിതം പാഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. എന്തായാലും ഋതുവിനും കൺഗ്രാജുലേഷൻസ്. അടുത്ത ആളിതാ. പേര്? പൂജ. ഏത് ക്ലാസ്സിലാ? ഞാൻ 9th. കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു അപ്പൊ വൃന്ദാവനം? ഈ വർഷമാണ് പോണേ. ആഹാ. അപ്പൊ എന്താ ഇപ്പൊ പെട്ടെന്ന് 9th ആയപ്പോഴാണോ വൃന്ദവാദ്യത്തിനോട് ഇൻട്രസ്റ്റ് വന്നത്, അല്ലെങ്കിൽ മ്യൂസിക് ആയിട്ട് മുൻപ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ആദ്യമായിട്ടാണ് മ്യൂസിക് ആയിട്ട് ഒരു ബന്ധം വരുന്നത്. 9th ഞാൻ ഇങ്ങനെ ഒരു ഐറ്റം ഉള്ള കാര്യം അറിയണത്. അപ്പോൾ ഡ്രംസ് ഇങ്ങനെ ഉണ്ടെന്നപ്പോൾ അറിഞ്ഞപ്പോൾ ഒന്ന് കയറി നോക്കാൻ വിചാരിച്ചു. അപ്പോൾ ഡ്രംസ് കയറി. ബുദ്ധിമുട്ടാണ്, എന്നാലും സാറ് പഠിപ്പിച്ചെന്ന്. ഇപ്പോൾ നമ്മളിങ്ങനെ ആദ്യമായിട്ട് വരുന്ന സമയത്തെ നമുക്ക് ഈ പറഞ്ഞതുപോലെ മുൻപ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പം നമുക്ക് വരുമ്പോൾ എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവില്ല. അവിടെ നിന്നാണ് നമ്മളിതാ ഈ ഒരു ലെവലിൽ എത്തിയത്. സ്റ്റേറ്റ് ലെവൽ എ ഗ്രേഡ് എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിയത് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വന്ന സമയത്തുള്ളൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ വേണ്ടായിരുന്നു, ഈ ഒരു ഇതിലേക്ക് വരണ്ടായിരുന്നു, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നോ ആ ഒരു ടൈമിൽ സ്റ്റാർട്ടിങ് പഠിച്ചു തുടങ്ങുന്ന സമയത്തൊക്കെ? ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കയറി സാറ് ടൈം എടുത്ത് പഠിപ്പിച്ചെന്നാണ്. അപ്പോൾ അതാണ്, നമ്മൾക്ക് എന്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ടൈം എടുത്ത് പഠിക്കുക. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ വിടാതെ നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അച്ചീവ്മെൻ്റ് അത് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? പിന്നെ നമ്മളിതിനി അടുത്ത വർഷവും പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ടോ? ഇനി കണ്ടിന്യൂ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടോ? നമ്മളിങ്ങനെ സാധാരണ വല്ല മ്യൂസിക് ഷോ ഒക്കെ കാണുന്ന സമയത്തായിരിക്കും ഇത് തന്നെ സാധാരണ അങ്ങനെയല്ലേ? ആ സമയത്ത് നമുക്കിങ്ങനെ ഏതെങ്കിലും ഒരാളോട് ഇങ്ങനെ ഇത് പ്ലേ ചെയ്യുന്ന ആളോട് ഒരു ഇൻട്രസ്റ്റ് തോന്നുക, അങ്ങനെ വല്ല ഫാൻ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതുവരെയിട്ടില്ല. ഇതുവരെ നമ്മൾ അങ്ങനെ ആരുടെയും ഫാനൊന്നും അല്ല, നമ്മൾ നമ്മുടെ തന്നെ ഫാനാണല്ലേ. നമ്മൾ തന്നെ ഇതിൽ മൈൽ സ്റ്റോൺ ഉണ്ടാക്കിയിട്ട് പോകാമെന്നുള്ളൊരു ഇതിലാണല്ലേ. ഓക്കെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായി, നല്ല കൺഗ്രാജുലേഷൻസ്. നന്നായിട്ട് നമ്മൾ ഈ ഒരു വർഷം കൊണ്ട് പഠിച്ചെടുത്ത് നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ പോയതല്ലേ. അപ്പോൾ എന്തായാലും കൺഗ്രാജുലേഷൻസ്. ഇനിയും മുന്നോട്ട് പോകാനോ കേട്ടോ. മോളുടെ പേരെന്താ? ആൻമേരി. ഏത് ക്ലാസ്സിലാണ്? ഞാൻ 9th. കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ കഴിഞ്ഞ കൊല്ലവും നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവ 2ാം വർഷമാണ് നമ്മൾ അടുപ്പിച്ച് പോകണേ. അപ്പോൾ അതെങ്ങനെയുണ്ട്? ഇപ്പം കൂടെയുള്ളവർ ആദ്യമായിട്ട് പോകുന്നവരുണ്ട്, നമ്മളിതിപ്പോൾ 2ാമത്തെ വർഷമാണ്, സീനിയറാണ്. അപ്പോൾ അതെങ്ങനെയുണ്ട്? ഇവരൊക്കെ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയാറുണ്ടോ? അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ മത്സരം ഇങ്ങനെയായിരുന്നു, ഇത്തവണ അങ്ങനെയല്ല, അങ്ങനെ കമ്പാരിസൺ ഒക്കെ ചെയ്യാറുണ്ടോ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വൃന്ദവാദ്യത്തിന് പോയ സമയത്തും ഇപ്രാവശ്യം പോയ സമയത്തും ഏതിനാ കൂടുതൽ കോൺഫിഡൻസ് തോന്നിയത്? കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ടെൻഷൻ ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ ഏതാ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത്? ഇപ്രാവശ്യമാണോ? ആ ഒരു സീനിയോറിറ്റിയുടെ ഒരു ഇതുണ്ടായിരുന്നല്ലോ നമുക്ക്. വയലിൻ തന്നെയാണ് എപ്പോഴും ചെയ്യാറ്? പണ്ട് തൊട്ടേ പഠിക്കുന്നുണ്ടോ? ഞാൻ 2ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ടോ? അമ്പോ. മത്സരങ്ങൾക്കും അപ്പം മുൻപൊക്കെ പോവാറുണ്ടോ? ഇൻഡിവിജ്വല് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉണ്ടല്ലേ? ഏത് ക്ലാസ്സിൽ പഠിക്കും? ഏത് ക്ലാസ്സിലാ? കഴിഞ്ഞ കൊല്ലം ഡിസ്ട്രിക്ട് ലെവലിൽ വയലിൻ ഇൻഡിവിജ്വലായിട്ട് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ വൃന്ദവാദ്യത്തിൽ, കഴിഞ്ഞ പ്രാവശ്യം വൃന്ദവാദ്യവും ഇൻഡിവിജ്വലും രണ്ടും ഉണ്ടായിരുന്നല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ വയലിനിസ്റ്റ് ആണ്. അടിപൊളിയാവട്ടെ. ഇനി ഫ്യൂച്ചറിലും നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു വയലിനിസ്റ്റ് ആവട്ടെ. നമ്മളിങ്ങനെ റീൽസൊക്കെ കാണുന്ന സമയത്ത് ലൈക്ക് അടിക്കാനൊക്കെ ഞങ്ങൾക്ക് പറ്റട്ടെ. അപ്പോൾ എന്തായാലും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വയലിനിസ്റ്റ് എന്നൊക്കെ പറയാനായിട്ട് ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ബാലഭാസ്കറിൻ്റെ ഫാനാണല്ലേ? ഓക്കെ, അപ്പം അതുപോലെ നല്ല 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 രസമായിട്ടുള്ള ഒരുപാട് ഫാൻസിനൊക്കെ ഉണ്ടാക്കുന്ന ഒരാളായിട്ട് മാറട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മോളുടെ പേരെന്താ? അന്നാലക്സ്. ഏത് ക്ലാസ്സിലാണ്? 8th. ഈ പറഞ്ഞതുപോലെ കലോത്സവ സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ ആദ്യമായിട്ട് പോവുകയാണ്. ആദ്യമായിട്ട് പോയപ്പോൾ തന്നെ എ ഗ്രേഡ് കിട്ടും, അവിടെ നമുക്കിങ്ങനെ എ ഗ്രേഡ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ പോകുന്ന സമയത്ത്? എല്ലാവരും കൂടെ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് തന്നെയാവും പോകുന്നത്. കാരണം കഴിഞ്ഞ കൊല്ലം സ്കൂളിന് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അല്ലേ അന്നേക്കും? എന്നിട്ട് അവിടെ പോയി കഴിഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കലോത്സവം?
രസമുണ്ടോ? ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ടാണോ പോണേ? ആ അപ്പോൾ നമ്മുടെ കലോത്സവം ആദ്യമായിട്ട് പോകുന്നു, ട്രിവാൻഡ്രത്തേക്ക് ആദ്യമായിട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടാവും അല്ലേ? ഇപ്പോൾ ഇനി നമുക്ക് ഇനി ഫ്യൂച്ചറിലാണെങ്കിൽ ഓർത്തിരിക്കാനായിട്ട് നല്ല നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഇൻഡിവിജ്വൽ ഐറ്റംസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒറ്റയ്ക്കായിരിക്കുമല്ലോ. ഇതിപ്പോൾ നമ്മുടെ ഗ്രൂപ്പ്, നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഫുൾ പൊളി ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. ആണോ? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ? നമുക്ക് തോന്നിയോ എ ഗ്രേഡ് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് തോന്നിയിരുന്നോ? തോന്നി അല്ലേ? ടെൻഷൻ ഉണ്ടായിരുന്നോ ചെയ്യുന്ന സമയത്തൊക്കെ? ഇല്ല ഇല്ല, കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പൊ എന്തായാലും ഇത് പഠിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായോ? ഇല്ല, മാഷ് പഠിപ്പിച്ചെന്താ. ഇതിനു വേണ്ടി നമ്മൾ പഠിച്ചതാ. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിരുന്നോ? നമുക്ക് കീബോർഡിനോട് ഒരു ഇൻട്രസ്റ്റ് ഓൾറെഡി ഉണ്ടായിരുന്നോ? അപ്പോൾ മാഷോട് പറഞ്ഞു കീബോർഡ് പഠിക്കാം എന്നുള്ളൊരു ഇതിൽ അങ്ങനെ പഠിച്ചതാ. ഇപ്പൊ എങ്ങനെയുണ്ട് കീബോർഡ്? നമ്മൾ ഇനി ഫ്യൂച്ചറിലും കീബോർഡിസ്റ്റ് ആയിരിക്കാനാണോ ഇഷ്ടം? അതെ. വേറെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് തോന്നിയോ? ഇതിപ്പോ ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാമല്ലോ. അപ്പൊ വേറെ ഇത് കീബോർഡ് അല്ല എങ്കിൽ നമ്മൾ ഇനി ഇതിൽ ഏതാ ചൂസ് ചെയ്യാം? ഡ്രംസ് ആയിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യാനും ഇനിയും നമ്മുടെ ഫ്യൂച്ചറിൽ ഒരുപാട് എന്താ പറയുക, നേരത്തെ പറഞ്ഞതുപോലെ ഫാൻസിനൊക്കെ ഉണ്ടാവുന്ന രീതിയിൽ പെർഫോം ചെയ്യാനൊക്കെ പറ്റട്ടെ എന്നൊക്കെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഇനിതാ ഇവിടെ അടുത്തൊരു കീബോർഡിസ്റ്റ് ഉണ്ട്. പേരെന്താ? ജാനിയ ഏത് ക്ലാസ്സിലാ? 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഈ വർഷം കഴിഞ്ഞാൽ നമ്മളിനി ഹയർ സെക്കൻഡറിയിലേക്ക് പോവാണ്. അവിടെയും കലോത്സവം ഉണ്ട്, എങ്കിൽ കൂടെ ഹൈസ്കൂൾ വിട്ട് പോവാണ് അല്ലേ? അപ്പോൾ ഈ 10ാം ക്ലാസ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും പഠിക്കാനൊക്കെ ആയിട്ട് കുറേ ഇങ്ങനെ ടെൻഷൻ തരുന്നൊരു ക്ലാസ് ആണല്ലോ 10ാം ക്ലാസ്. അപ്പോൾ ആ ടെൻഷനിടയിൽ നമ്മളിങ്ങനെ കലോത്സവത്തിന് പോവാന്ന് പറഞ്ഞപ്പോൾ കുറച്ച് റിലാക്സേഷൻ വരുന്നത് കലോത്സവത്തിൽ വരുമ്പോഴാണ്. അപ്പോൾ പഠിത്തത്തിനെ ഇത് ബാധിക്കുന്നൊന്നുമില്ല. നമ്മൾ അത് പഠിക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് അവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്, റിലാക്സ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ കഴിഞ്ഞു സ്റ്റേറ്റ് ലെവൽ കലോത്സവം കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രീ ആണ്. ഇനി ഫുൾ പഠിത്തത്തിലേക്ക് അങ്ങോട്ട് പോകണം, കോൺസെൻട്രേറ്റ് ചെയ്യണം അല്ലേ? അതെ. അപ്പോൾ നമ്മൾ ഈ ഒരു കഴിഞ്ഞ വർഷവും പോയിട്ടുണ്ടായിരുന്നു? 3 വർഷമായിട്ട് പോകണം. 8ാം ക്ലാസ് മുതൽ ഞാൻ പോകണ്ടല്ലേ? 8ാം ക്ലാസ്സിൽ ഡിസ്ട്രിക്റ്റില് സെക്കൻഡായി. പിന്നെ സ്റ്റേറ്റ് ലെവലിൽ പോയി. പക്ഷെ കഴിഞ്ഞ കൊല്ലം ഡിസ്ട്രിക്റ്റില് അപ്പീലായിട്ടാണ് ഞങ്ങൾ പോയത്. കൊല്ലം ഡിസ്ട്രിക്റ്റില് ഫസ്റ്റ് ആയിട്ട് പോകുമ്പോൾ ഒരു സന്തോഷം. അതെ. അപ്പോൾ നമുക്ക് എല്ലാം എൻജോയ് ചെയ്യാനായി പറ്റി. ഇപ്രാവശ്യം നമ്മൾ ആ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടായല്ലേ, നമ്മൾ ഈ പറഞ്ഞതുപോലെ നേടണം എന്നുള്ളത് അതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഫസ്റ്റ് കിട്ടി പോകണം എന്നുള്ളൊരു ആഗ്രഹം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അത് നേടിയെടുത്തു. പോവാൻ മാത്രമല്ല എ ഗ്രേഡും കിട്ടി. ഇനി കീബോർഡിനെ പറ്റി പറയുകയാണെങ്കിൽ പണ്ട് തൊട്ടേ പഠിക്കാറുണ്ടോ? പഠിക്കാറുണ്ട്. ചെറിയ 8ാം ക്ലാസ് മുതൽ പഠിക്കാറുണ്ട്. ചെറുതായിട്ട് പഠിക്കാറുണ്ട്. പിന്നെ ചേതലയിൽ ഞാൻ ഇക്കൊല്ലാണ് പഠിച്ചു തുടങ്ങിയത്. കറക്റ്റായിട്ട് പഠിച്ചു തുടങ്ങിയത് ഇക്കൊല്ലാണ്. നമ്മളിങ്ങനെ സിസ്റ്റമാറ്റിക് ആയി പഠിക്കാൻ തുടങ്ങുന്നത് ഇക്കൊല്ല. 8ാം ക്ലാസ് മുതൽ നമ്മൾ വൃന്ദവാദത്തിന് വേണ്ടി സ്കൂളിൽ നിന്ന് പഠിച്ചതാണല്ലേ? ഓക്കെ. അപ്പോൾ ഇനിയപ്പോൾ നമ്മൾ കീബോർഡ് ഇട്ടൊരു കളിയില്ല എന്നുള്ള രീതിയിൽ പഠിക്കാൻ തുടങ്ങി. ചേതനയിൽ പോയി ചേർന്നിട്ടുണ്ട്. പിന്നെ ടീച്ചർമാരെ സഹായിച്ചിട്ടുണ്ട് കുറേ. പിന്നെ ചേച്ചിമാരുടെ അടുത്ത് കോഡ് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു ടീച്ചർ തരാന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട്. ഇതൊക്കെ അവർ ഭയങ്കര ആക്റ്റീവാണ്. പിന്നെ ഞങ്ങളുടെ ഒരു ടീച്ചർ ബോബി ടീച്ചർ എൻജോയ് സിസ്റ്ററാണ്. ഞങ്ങളുടെ ബോബി ടീച്ചർ ഇക്കൊല്ലം റിട്ടയർമെന്റിൽ പോകും. അപ്പോൾ അവര് ഞങ്ങളുടെ ടീച്ചർ ലീവ് എടുത്തിട്ടാണ് ഞങ്ങളുടെ അവിടേക്ക് വരുന്നത്. ലീവ് എടുത്താലും സ്കൂളിലേക്ക് വന്നിട്ട് ഞങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അത്രയും ആത്മാർത്ഥതയുള്ള ടീച്ചറാണ്. അപ്പോൾ ടീച്ചർക്ക് നമുക്ക് റിട്ടയർമെന്റിന്റെ സമയത്ത് നമുക്കൊരു സമ്മാനം പോലെ ഈ ഒരു എ ഗ്രേഡ് കൊടുക്കാനും പറ്റി അല്ലേ? ടീച്ചർ ആഗ്രഹിച്ച പോലെ ഒരു എ ഗ്രേഡ് നമുക്ക് കൊടുക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ ഹാപ്പിയാണല്ലേ? ഇനി നമ്മൾ പരിചയപ്പെടാൻ ഇവിടെ ആരോ ബാക്കിയുണ്ട്. മോൾക്ക് എന്തായാലും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഇനിയും ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് അതിലും നല്ല മാർക്ക് മേടിച്ചോളൂ. ഇതുപോലെ എ ഗ്രേഡ് മേടിച്ചു വന്ന പോലെ അവിടെ ഫുൾ A+ മേടിച്ചോളൂ. ഇതാണ് നമ്മുടെ കൂട്ടത്തിലെ ഫൈനൽ ആള്. പേരെന്താ? അന്ന ഗ്രേസ്. ബേസ് ഗിറ്റാറിന്റെ ആളാണ്. പഠിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായോ? ഇല്ല, സാർ പഠിപ്പിച്ചു. എല്ലാവരും ഇവിടെ വന്നിട്ട് ഈ വൃന്ദവാദ്യത്തിന് വേണ്ടി പഠിച്ചവരാണ് മിക്കവരും അല്ലേ? അപ്പോൾ നല്ല എന്താ പറയുക, നമ്മൾ ഈ കുറച്ച് സമയത്ത് സാറിൻ്റെ ഒരു ഭയങ്കരമായ എഫേർട്ടും നിങ്ങളുടെ ഒരു ഭയങ്കരമായ എഫേർട്ടും ഒക്കെ വന്നതുകൊണ്ടാണ് നമുക്ക് റിസൾട്ട് ഇത്ര നല്ല റിസൾട്ട് ഉണ്ടായെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. കാരണം വലിയ ബേസ് ഒന്നും ഇല്ലാതെയാണല്ലോ ഇപ്പോഴല്ലേ പഠിച്ചു തുടങ്ങല്ലേ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ 10th. അപ്പോൾ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു? ഞാൻ കഴിഞ്ഞ കൊല്ലം 9 കൊല്ലം പോയിട്ടുണ്ട്. ബേസ് ഗിറ്റാർ തന്നെയാണോ എടുക്കാറ്? 8th തൊട്ടും ഞാൻ ബേസ് തന്നെയാണ്. ആണല്ലേ? ഇപ്പോൾ നമ്മളിങ്ങനെ കലോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലും പങ്കെടുത്തുകൊണ്ട് തന്നെ നല്ല നല്ല കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളിങ്ങനെ ഒരു 3 വർഷമായി കലോത്സവത്തിന് സ്റ്റേറ്റ് ലെവലിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല ഓർമ്മകളൊക്കെ എന്താ? ഇപ്പോൾ ഈ വർഷമാണെങ്കിലോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമാണെങ്കിലൊക്കെ ഇതൊക്കെ തന്നെ ഓർമ്മയുള്ളൂ. നിങ്ങളിങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാറൊക്കെ ഉണ്ടോ? അങ്ങനെ മറ്റ് മത്സരങ്ങൾ കാണാനും
ഒക്കെ? ഞങ്ങള് ഇവിടെ നിന്ന് പോകുമ്പോൾ മെയിനായിട്ട് വൃന്ദവാദ്യം എന്ന് പറഞ്ഞ് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ്. അപ്പോൾ അവിടെ പോയിരുന്ന് ഓരോ പ്രോഗ്രാം കാണുമ്പോഴും ഞങ്ങൾ എല്ലാം നോട്ടീസ് ചെയ്ത് ഓരോന്നിങ്ങനെ പഠിച്ച് കുഞ്ഞിത്. അപ്പോൾ മറ്റു ടീം ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യണേ, നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്താം എന്നൊക്കെ പഠിക്കാനും കൂടെ സമയം കണ്ടെത്താറുണ്ടല്ലേ ഇങ്ങനെ പോകുന്ന സമയത്ത്, മറ്റുള്ളവരുടെയൊക്കെ പെർഫോമൻസ് കണ്ടിട്ട്? എല്ലാവരെയും കണ്ട് ഞങ്ങൾ ഇൻസ്പയർഡ് ആവാറുണ്ട്. അതിനൊപ്പം അടിച്ചു പൊളിക്കാറില്ലേ? നമ്മുടേതായ അടിച്ചുപൊളി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ എന്തായാലും കൺഗ്രാജുലേഷൻസ്. നമ്മളിങ്ങനെ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് എല്ലാവരും നല്ല കുട്ടികളായിട്ട് A ഗ്രേഡ് നേടിയിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. ഇതിപ്പോൾ കഴിഞ്ഞ വർഷവും കിട്ടിയപ്പോൾ 2ാമത്തെ വർഷമാണ് സേക്രഡ് ആർട്സ് ഹൈസ്കൂളിന് ഇങ്ങനെ ഒരു A ഗ്രേഡ് സ്റ്റേറ്റ് ലെവൽ കിട്ടാനായിട്ട് സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് ഈ ഒരു വർഷം ഇതൊരു സ്പെഷ്യൽ ഇയർ ആണല്ലോ. 26 വർഷങ്ങൾക്ക് ശേഷമാണ് സ്വർണ്ണ കപ്പ് തൃശ്ശൂരിലേക്ക് വന്നിട്ടുള്ളത്. അതിനായിട്ട് വലിയൊരു എല്ലാ കുട്ടികളുടെയും, അതായത് നമുക്കറിയാം തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മത്സരിക്കാനായിട്ട് പോയിട്ടുള്ള എല്ലാ കുട്ടികളുടെയും എഫേർട്ട് ഉണ്ട്. അപ്പോൾ അതിലേക്ക് വലിയൊരു പങ്ക് വഹിക്കാനായിട്ടുണ്ട് നമ്മുടെ ഈ കുട്ടികൾക്കും. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. Green Life Art Hub between Kottapuram Shiva Temple and Vaidyuti Bhavan, Thrissur. Call 8129715520.